പ്രിയമുള്ളവരെ, സംഗീതം പഠിക്കാനായി പണ്ടാരോ സിംഹത്തിൻ്റെ മടയിലേക്ക് കയറി ചെന്ന പോലെ ഇന്ന് അല്പം പോത്തിറച്ചി മേടിച്ച് കറി വെച്ച് കൂട്ടാമെന്ന് കരുതി ഒരു സിംഹത്തിൻ്റെ മടയിലേക്ക് ഞാൻ കയറി ചെന്നു. അത് സിംഹത്തിൻ്റെ മടയാന്ന് അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കുണ്ടായ അനുഭവം ഒരു റിവ്യൂ ആയിട്ട് ഞാൻ വിവരിച്ചിട്ടുണ്ട്, നിങ്ങൾക്കായി അത് ഷെയർ ചെയ്യുന്നു. ഓക്കെ സുഹൃത്തുക്കളെ, പ്രസ്തുത സംഭവം അരങ്ങേറുന്നത് നൗഷാദ് മീ സ്റ്റോൾ കറുകച്ചാൽ. അപ്പോൾ ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന റിവ്യൂവിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് മടുക്കുമൂട് എന്നാണ്. പക്ഷേ ഇയാളുടെ ഈ നമ്പറിലാണ് ഞങ്ങൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത്. അപ്പം സെയിം ആളുടെ തന്നെ ഷോപ്പാണ് ഇവിടെ കറുകച്ചാലുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പം ഒരു റിവ്യൂ ഇടേണ്ടി വന്നു. കാര്യം വളരെ മോശമായിട്ടുള്ള അഭിപ്രായമായിരുന്നു അവിടെ നിന്ന് എനിക്ക് ഉണ്ടായത്. അനുഭവമാണ്, അഭിപ്രായമല്ല, വളരെ മോശമായ അനുഭവമാണ് എനിക്കുണ്ടായത്. അത് ഞാൻ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്കായിട്ട് ഒന്ന് വായിക്കാം, ഒന്ന് ശ്രദ്ധിക്കുക. മുതലാളി അറിയാൻ, പോത്തിറച്ചി മേടിക്കാൻ അടിയൻ ഇന്ന് താങ്കളുടെ കടയിൽ വന്നു. പല പ്രാവശ്യവും നെയ്യ് ഉരുട്ടി വെച്ച് ഇറച്ചിയുടെ കൂട്ടത്തിൽ തന്നു. ഒരിക്കൽ അതിൻ്റെ ഫോട്ടോ എടുത്ത് താങ്കൾക്ക് ഞാൻ വാട്സപ്പിൽ ഇട്ടു തന്നു. താങ്കൾ വളരെ മനോഹരമായി സംസാരിച്ചു. പല പ്രാവശ്യം അവിടെ നിന്ന് ഇറച്ചി മേടിച്ചിട്ടുണ്ട്. മിക്കപ്പോഴും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഇന്ന് കടയിൽ വന്നപ്പോഴും താങ്കൾ അവിടെ ഉണ്ടായിരുന്നു. താങ്കളുടെ മുന്നിൽ വെച്ചാണ് അവിടെ നിന്ന് എടുത്തു കൊടുക്കുന്ന ആ മാന്യ അദ്ദേഹം വളരെ വേറെ നല്ലത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഞാൻ താങ്കളുടെ കടയിൽ തെണ്ടാൻ വന്നതല്ല, ക്യാഷ് തന്നാണ് മേടിക്കുന്നത്. നല്ല പോത്തിറച്ചി മതി എനിക്ക്. നിങ്ങളുടെ നെയ്യും ചാവും എനിക്ക് വേണ്ട. അത് വേണമെങ്കിൽ വന്ന് കണ്ട് ചോദിച്ച് മേടിച്ചോളാം. പ്രിയമുള്ളവരെ, ഇത്രയെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാകത്തില്ല. മറ്റൊന്നുമല്ല, ആ മനുഷ്യൻ്റെ സംസാരം വളരെ പുച്ഛവും പരിഹാസവും കലർന്ന വിധത്തിലായിരുന്നു. പ്രായം ചെന്നൊരു മനുഷ്യനാണ്, എന്നാൽ പ്രായം ചെന്നവർക്ക് ആരെയും പുച്ഛിക്കാം എന്നൊന്നും ഒരു നിയമമൊന്നുമില്ല. ഇച്ചിരി മര്യാദയ്ക്കൊക്കെ ഒന്ന് സംസാരിക്കാൻ കടയിൽ വരുന്നു, പ്രത്യേകിച്ച് സ്ത്രീകളുടെ അടുത്ത്. ഞാൻ അയാളുടെ അടുത്ത് മെക്കിട്ടുകാരനൊന്നും ചെന്നില്ല. ഇച്ചിരി നല്ലത് തരുമോ എന്നേ ചോദിച്ചുള്ളൂ. എല്ലാ പ്രാവശ്യം ചെല്ലുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്. കാര്യം അവർ നല്ലതല്ല തരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കാശ് കൊടുത്തിട്ടാണ് സാധനം മേടിക്കാൻ ചെല്ലുന്നത്, അല്ലാതെ ഫ്രീ ആയിട്ട് അയ്യോ ഇച്ചിരി തരുമോ, വെറുതെ ഇച്ചിരി തരുമോ എന്ന് ചോദിച്ചിട്ടല്ല. അപ്പോൾ ഒരു മര്യാദയൊക്കെ ഇങ്ങോട്ട് കാണിക്കാം. നിങ്ങൾക്ക് എന്താ പറയേണ്ടത്, നല്ല സാധനം അവിടെ ഇല്ലാഞ്ഞിട്ടല്ല. അപ്പം കൂട്ടത്തിൽ ഇങ്ങനെ ഇച്ചിരി നല്ലത് നിന്നിട്ട് ബാക്കി എങ്ങനെയൊക്കെ ഒപ്പിച്ചങ്ങ് തരിക. മിക്ക കടകളിൽ ഇങ്ങനെയൊക്കെ തന്നെയുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പലരും ഇതൊന്നും കണ്ടിട്ടൊന്നും പ്രതികരിക്കാറൊന്നുമില്ല. എങ്കിലും നിങ്ങൾ നല്ലത് തരുന്നില്ല, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതുപോലുള്ള സംസാരങ്ങൾ, നിങ്ങളുടെ നാക്ക് ശരിയല്ല. ഞാൻ ചിന്തിച്ചു പോയത്, ആ കടയിൽ നിന്ന് ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു പോയത് നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള സ്ത്രീകളുടെ അവസ്ഥയാണ്. എന്ത് മോശമായ അവസ്ഥയായിരിക്കും അവരുടെ. ദൈവമേ കാത്തുകൊള്ളണേ.